السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وبه نستعين، والصلاة والسلام الأتمان الأكملان الأدومان على خاتم الأنبياء والمرسلين نبينا محمد وآله غر الميامين وعلى أزواجه الطاهرات الطيبات أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين، ثم ما بعد. ഏറെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് നമ്മുടെ ഈ പഠന വിഷയം. ഇസ്ലാമിലെ സ്ത്രീ അവർ ആരെന്നത് ബോധ്യപ്പെടാൻ ഒരു ചരിത്രം ഉദ്ധരിച്ച് വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളിൽ ഒരു വ്യക്തി ദുഃഖഭരിതമായി ജീവിതം തള്ളി നീക്കിയിരുന്നു. എന്നും വിഷാദം തളം കെട്ടി വിഷണ്ണനായി ജീവിക്കാൻ വിധിക്കപ്പെട്ടതുപോലെ അയാൾ അന്ന് മദീനയിൽ പെരുമാറി. ഒരിക്കൽ അയാളെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലക് യകൂനു മഹ്സൂനൻ, അങ്ങേക്ക് എന്തു പറ്റി ദുഃഖിതനായി വിഷമം പേറി വർത്തിക്കുന്നു? താങ്കളുടെ മുഖത്തൊരു തെളിച്ചല്ലല്ലോ, എപ്പോഴും ഇങ്ങനെ ദുഃഖിതനായി കഴിയുന്നത് എന്തുകൊണ്ട്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം. അയാളുടെ പ്രതികരണം, യാ റസൂലല്ലാഹ്, ഇന്നി അദ്നബ്തു ദംബൻ ഫിൽ ജാഹിലിയ്യ വ ഇന്നി അഖാഫു അല്ലാ യുഗ്ഫറ ലി വ ഇൻ അസ്ലംതു. തിരുദൂതരെ, ജാഹിലിയത്തിൽ ഞാനൊരു കുറ്റം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇസ്ലാം ആശ്ലേഷിച്ചാലും അത് എനിക്ക് പൊറുക്കപ്പെടുകയില്ല എന്ന പേടിയാണുള്ളത്. ഞാനത് നന്നായി ഭയക്കുന്നു. ഒരിക്കലും പൊറുക്കപ്പെടാത്ത ഒരു കുറ്റമാണ് ഞാൻ ചെയ്തത്. ഇതാണ് എൻ്റെ പേടി. അതാണ് അയാളുടെ പ്രതികരണം. കാരണം ഇന്നി അദ്നബ്തു ദംബൻ ഫിൽ ജാഹിലിയ്യ, ജാഹിലിയത്തിൽ ഞാൻ ഒരു കൊടിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ചു, അഖ്ബിർനി അൻ ദംബിക്, താങ്കൾ ചെയ്ത തെറ്റ് എന്നോട് പറയൂ. അപ്പോൾ അയാൾ പറയുന്നത്, യാ റസൂലല്ലാഹ്, ഇന്നി കുന്തു മിനല്ലദീന യഖ്തുലൂന അൽ ബനാത്ത്, ഞാൻ
പെൺമക്കളെ കൊല്ലുന്ന ആൾ വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നു. ജാഹിലിയത്തിൽ ഇസ്ലാം ഇവിടെ ഉദയം ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ ജീവിക്കാൻ സമ്മതിക്കുമായിരുന്നില്ല പല അറേബ്യൻ ഗോത്രങ്ങളും. ചിലർ അതിൽ ഏറെ മോശമായ ശൈലികളായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഭാര്യ പ്രസവിക്കാൻ നൊമ്പരമെടുത്ത് പിടയുമ്പോൾ കുഴി കുത്തി കുഴിക്കരികിലെ കൊണ്ട് കിടത്തി അവിടെ പ്രസവിക്കും. പ്രസവിച്ചത് ആൺകുട്ടിയാണ് എങ്കിൽ ആൺകുട്ടിയെയും അതിൻ്റെ ഉമ്മയെയും കൊണ്ടുവരും. പെൺകുട്ടിയാണ് എങ്കിൽ ആ കുഴിയിലേക്ക് ജീവനോടെ തള്ളി അതിനെ മണ്ണിട്ട് മൂടും. ഇതായിരുന്നു ചിലർ ചെയ്തിരുന്നത്. ചിലർ പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉമ്മയോട് പറയും, ഞാൻ വീട് വിട്ടു പോവുകയാണ്, വരുന്നതിന് മുമ്പ് നീ ഇതിനെ മണ്ണിട്ട് മൂടണം. അതില്ല എങ്കിൽ അൻതി അലയ്യക്ക ദഹരി ഉമ്മി, നീ എനിക്ക് എൻ്റെ ഉമ്മയെപ്പോലെ നിഷിദ്ധമായിരിക്കും. എന്നാൽ നിനക്ക് നിൻ്റെ വീട്ടിൽ പോകാമെന്ന് അതിൻ്റെ മാന. തഫ്സീറുകളിൽ കാണാം. അപ്പോൾ ഈ ഉമ്മ പ്രസവിച്ച ഉമ്മല്ലേ, അടുത്തുള്ള വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, അവരെടുത്ത് ഈ കുട്ടിയെ കൊടുക്കും. എന്നിട്ട് പെട്ടെന്ന് മൂടാൻ സമ്മതിക്കില്ല. പെട്ടെന്ന് മൂടണ്ട, മൂപ്പര് അഥവാ തിരിച്ചു വരികയാണ് എങ്കിൽ നിങ്ങൾ ഇതിനെ കുഴിയിലിട്ട് മൂടുക. അഥവാ ഈ പോക്കിൽ അയാൾ മടങ്ങി വരാത്തൊരവസ്ഥയാണ് എങ്കിൽ നമുക്കതിനെ ജീവിക്കാൻ സമ്മതിക്കാമല്ലോ എന്ന അർത്ഥത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പ്രസിദ്ധ കവി ഫറസ്ദഖ്, അമവി കവി, അദ്ദേഹത്തിൻ്റെ പ്രപിതാവിനെ ഉദ്ധരിച്ച് നാജിയ ഇബ്നു സഅസ തമീമിയെ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ചില നിവേദനങ്ങൾ 350 കുട്ടികളൊക്കെ കുഴിച്ചിടാൻ കൊണ്ടുപോകുന്നിടത്ത് നിന്ന് ഏറ്റുവാങ്ങിയിട്ട് അവരെ സംരക്ഷിച്ചിരുന്നു. കുഴിച്ചിടാൻ കൊണ്ടുപോകുന്ന പിതാവിനോട് പറയുമെന്നാണ്, ഞാൻ പോറ്റിക്കോളാം, നീ ഇതിനെ കൊല്ലല്ലേ, ഇത് പ്രായം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നീ വന്ന് നോക്ക്, എന്നിട്ട് നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ, അതില്ല എങ്കിൽ ഞാൻ സംരക്ഷിക്കാം എന്ന് പറഞ്ഞെങ്കിൽ. ഞാനിത് ഉദാഹരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംവദിക്കുന്ന ഈ വ്യക്തി തന്നെക്കുറിച്ച് പറയുകയാണ്. കുൻതു മിമ്മനില്ലദീന യഖ്തുലൂന ബനാതിഹിം, പെൺമക്കളെ കൊല്ലുന്നവരിൽപ്പെട്ടവനായിരുന്നു ഞാൻ. എന്ന് പറഞ്ഞാൽ ഇയാൾ കുറേ പെൺമക്കളെ കൊന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കുറ്റാണ് പറയുന്നത്, ഫൗലിദത് ലി ബിന്തുൻ, അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു പെൺകുട്ടി പിറന്നത്. ഫതശഫഅത് ഇലയ്യ സൗജതി അൻ അത്റുകഹ ഫതറക്തുഹ, എൻ്റെ ഭാര്യ ഈ കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ എന്നോട് ശുപാർശ ചെയ്തു, നിങ്ങളിതിനെ കൊല്ലല്ലേ, ഇതിനെ ജീവിക്കാൻ വിടി. ഭാര്യൻ കെഞ്ചിക്കാണ് ശുപാർശ പറഞ്ഞപ്പോൾ ഫതറക്തുഹ, ഞാനതിനെ കൊല്ലാതെ ജീവിക്കാൻ വിട്ടു. ഫകബറത് വഅദ്റകത് വഅസ്ബഹത് മിൻ അജ്മലിൻ നിസാ, അങ്ങനെ ആ പെൺകുട്ടി വളർന്നു വലുതായി, അതിന് പ്രായം തെളിയിച്ചു, പ്രായപൂർത്തിയെത്തി. വഅസ്ബഹത് മിൻ അജ്മലിൻ നിസാ, അതൊരു അതീവ സുന്ദരിയായ കുമാരിയായി വളർന്നു. അയാൾ പറയുകയാണ്, ഫജാഉ യഖ്തുബൂന ഇലൈ, പ്രായപൂർത്തിയെത്തി അതിസുന്ദരിയായി അവർ വളർന്നപ്പോൾ ആളുകൾ എൻ്റെ അടുക്കലേക്ക് അവളെ വിവാഹം അന്വേഷിച്ചു വരികയാണ്.
പക്ഷേ ഞാൻ വലം തതഹമ്മൽ നഫ്സി അൻ ഉസവ്വിജഹ ഔ അൻ അത്റുകഹ ഫീ ദാരി. ആളുകൾ വിവാഹം അന്വേഷിച്ച് വന്നതോടുകൂടി എനിക്ക് ഇവളെ വിവാഹം കഴിച്ചു കൊടുക്കാനും മനസ്സ് വരുന്നില്ല, വീട്ടിൽ വിട്ടേക്കാനും മനസ്സ് വരുന്നില്ല. അഖദത്നി അൽ ഹമിയ, അല്ലെങ്കിൽ അഖദത്നി ഹമിയത്തുൽ ജാഹിലിയ, എനിക്ക് ജാഹിലിയത്തിൻ്റെ ഹമിയത്ത്, ദുരഭിമാനം പിടികൂടി എന്നാണ്. ആളുകൾ വിവാഹം അന്വേഷിച്ച് വന്നപ്പോൾ ആളുകളുടെ കൂടെ കെട്ടിച്ചു വിടാൻ ദുരഭിമാനം സമ്മതിക്കുന്നില്ല. പിന്നെ പെൺകുട്ടിയെ വീട്ടിൽ പോറ്റുക എന്നുള്ളത്, അതിനും എൻ്റെ ദുരഭിമാനം സമ്മതിക്കുന്നില്ല. കാരണം ജാഹിലിയത്തിൻ്റെ ഹമിയത്ത്, ദുരഭിമാനം അതായിരുന്നു. പെൺകുട്ടികളെ ശേഷിപ്പിക്കുക എന്നുള്ളത് പല അറേബ്യൻ ഗോത്രങ്ങൾക്കും അസഹ്യമായിരുന്നു. ആ ഹമിയത്താണ് അയാൾക്ക്, ദുരഭിമാനമാണ് അയാൾക്ക് പിടികൂടിയത്. അയാൾ പറയുകയാണ്, ഫഅഖ്ബർതു ലിഉമ്മിഹ ഇന്നി ഉരീദു സിയാറത അഖ്രിബാഹി ഫി ഖറിയതി കദ. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ എൻ്റെ ചില അടുത്ത ബന്ധുക്കളെ സിയാറത്ത് ചെയ്യാൻ പോവുകയാണ്, ഉദ്ദേശിക്കുകയാണ്. ഫബഅസിഹ മഅി, അതുകൊണ്ട് ഈ മോളെ, ബന്ധുക്കളെ സന്ദർശിക്കാൻ പോവല്ലേ, എൻ്റെ കൂടെ വിട്ടയക്കും. അയാൾ പറയുകയാണ്, ഫസുറത്ത് ബിദാലിക്, എൻ്റെ ഭാര്യ അതിൽ ഏറെ സന്തോഷിച്ചു. കാരണം ഭർത്താവിൻ്റെ വീട്ടുകാരെ, കുടുംബക്കാരെ സന്ദർശിക്കാൻ പോവല്ലേ. അതുകൊണ്ട് തന്നെ ഫഅൽബസഹ ബില്ലിബാസി വൽ ഹുലൽ, ഈ ഉമ്മ ഈ പെൺകുട്ടിയെ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു, ആഭരണങ്ങളൊക്കെ അണിയിച്ചു. അങ്ങനെ അയാളുടെ കൂടെ വിടാൻ തയ്യാറായി. പക്ഷേ അയാളെ കൂടെ ഈ കുട്ടിയെ വിടുമ്പോൾ അഖദത്തു മിൻഹുൽ മവാസീഖ് അല്ലാ യഖൂനഹ, ആ ഉമ്മ അയാളോട് ഒരിക്കലും എന്നെ ചതിക്കരുതേ, പറ്റിക്കരുതേ എന്ന് പറഞ്ഞ് കരാർ സ്വീകരിച്ചാണ് ഈ മകളെ ഒരുക്കി അയാളുടെ കൂടെ വിട്ടത്. ഇയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഫദഹബ്തു ബിഹാ ഇലാ റഅസി ബിഇരിൻ, ഞാൻ ആ കുട്ടിയെയും കൊണ്ട് ഒരു കിണറിനരികിലേക്കാണ് പോയത്. ഫഫത്നത്തിൽ ജാരിയത്തു മാ അഫ്അലു ബിഹ, ആ കിണറിനരികിലേക്ക് ഞാൻ കുട്ടിയെയും കൊണ്ട് പോയപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഞാൻ എന്താണ് കുട്ടിയെ ചെയ്യാൻ പോകുന്നത് എന്ന്. ഫൽതസമത്നി, ആ കിണറ്റിൻ്റെ വക്കിൽ നിന്ന് കുട്ടി എന്നെ അണച്ചു പൂട്ടി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ അബത്തി മാതാ തുരീദു അൻ തഫ്അല ബി, കൂട്ടിപ്പിടിച്ച് അവൾ പറഞ്ഞത്, വാപ്പ നിങ്ങൾ എന്താണ് എന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അയാൾ പറയുകയാണ്, ഫനദർതു ഇലാ വജ്ഹിഹ, ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഫറഹിംതുഹ, എനിക്ക് അവളോട് കരുണ തോന്നി. ഫതറക്തുഹ, അപ്പോൾ ഞാൻ കിണറ്റിലേക്ക് തള്ളിയിടാതെ ഞാൻ അവളെ വിട്ടേച്ചു. സുമ്മ നദർതു ഇലൽ ബിർ, പിന്നെ ഞാൻ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ ഫഅഖദത്നി ഹമിയത്തുൽ ജാഹിലിയ,
വീണ്ടും എനിക്ക് ജാഹിലിയത്തിൻ്റെ ആ ദുരഭിമാനം പിടികൂടി. കാരണം അയാളുടെ പതിവാണ് പെൺകുട്ടിയുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള ആഴമുള്ള കിണറിൽ കൊണ്ടുപോയി തള്ളുക എന്നുള്ളത്. കിണർ അതിനുള്ളതാണ് എന്നതാണ് അവരുടെ ഒരു വെപ്പ്. അതുകൊണ്ട് തന്നെ കിണറിൻ്റെ ആഴം കണ്ടപ്പോൾ എനിക്ക് ദുരഭിമാനം പിടികൂടി. പക്ഷെ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാരുണ്യം. ദുരഭിമാനം പിടികൂടിയ എൻ്റെ മുഖം കണ്ടപ്പോൾ വീണ്ടും ഫൽതസമത്നി, പെൺകുട്ടി എന്നെ കൂട്ടിപ്പിടിച്ചു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ അബത്തി ലാ തുദയ്യ അമാനത ഉമ്മി. വാപ്പ, ഉമ്മാക്ക് കൊടുത്തൊരു ഉറപ്പുണ്ട്, ഒരു വാക്കുണ്ട്, അത് താങ്കൾ നഷ്ടപ്പെടുത്തരുത്. ഇതവൾ പറഞ്ഞപ്പോൾ ഫറഹിംതുഹ, ഞാൻ അവളോട് കരുണയുള്ളവനായി. വതറക്തുഹ, ഞാൻ അവളെ വിട്ടയച്ചു. സുമ്മ നദർതു ഇലൽ ബിർ, പിന്നീട് ഞാൻ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ ഫാഖദത്നി അൽ ഹമിയ, എനിക്ക് ഹമിയത്ത് പിടികൂടി, അവളെ അതിലേക്ക് തള്ളിയിടണം എന്നുള്ളത്. അയാൾ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, മർറതൻ അൻദുറു ഇലൈഹ, ഞാൻ കുട്ടിയെ നോക്കും, ഫർഹമുഹ, അപ്പോൾ അവളോട് എനിക്ക് കരുണ വരും. വമർറതൻ അൻദുറു ഇലൽ ബിർ, ഒരിക്കൽ ഞാൻ കിണറ്റിലേക്ക് നോക്കും, ഫതഅഖുദുനിൽ ഹമിയ, അപ്പോൾ എനിക്ക് ജാഹിലിയത്തിൻ്റെ ആ ദുരഭിമാനം പിടികൂടും. ഹത്താ ഗലബനി അശ്ശൈത്താൻ, മാറി മാറിയുള്ള നോട്ടം, അതിൽ പിശാച് വിജയിച്ചു, ശൈത്താൻ എന്നെ തോൽപ്പിച്ചു. ഫഅഖദ്തുഹാ വഅൽഖൈതുഹാ ഇലൽ ബിഇരി മൻകൂസതൻ, ഞാൻ ഈ പെൺകുട്ടിയെ എടുത്ത് അവളെ തല കീഴാക്കി ആ കിണറ്റിലേക്ക് ഇട്ടു എന്നാണ്. ഫജഅലത് തബ്കി വതഖൂൽ യാ അബത്തി ഖതൽതനി, യാ അബത്തി ഖതൽതനി. ആ കിണറ്റിൽ വീണ കുട്ടി അവൾ കരയാൻ തുടങ്ങി, വാപ്പ നിങ്ങളെന്നെ കൊന്നുവല്ലേ, വാപ്പ നിങ്ങളെന്നെ കൊന്നുവല്ലേ. അയാൾ പറയുകയാണ്, ഫവഖഫ്തു ഇൻദൽ ബിഇരി ഹത്താ യൻഖതിഅ സൗതുഹ, അവളുടെ ആ കരച്ചിൽ നിലക്കുവോളം ഞാൻ ആ കിണറ്റിൻ്റെ പക്കത്ത് നിന്നു. സുമ്മൻ സറഫ്തു അൻഹ, പിന്നീട് ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞു പോന്നു. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുകയാണ്, ഫബക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുകാഅൻ ശദീദൻ. ഈ വ്യക്തിയുടെ ഈ അവതരണം കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ നേരം കരയുകയുണ്ടായി. വഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നി ഉആഖിബു അഹദൻ ബിമാ ഫഅലൽ ജാഹിലിയ്യ ലഅഖബ്തുക. ജാഹിലിയ്യത്തിൽ ആളുകൾ ചെയ്ത തെറ്റിന് ഞാൻ ഒരാളെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഞാൻ താങ്കളെ ശിക്ഷിക്കുമായിരുന്നു. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ച ഒരു നിവേദനമാണ് ഞാനിവിടെ നിങ്ങളെ കേൾപ്പിച്ചത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉദയം ചെയ്യുന്ന നാളിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ദുരന്തങ്ങൾ അതെത്രയായിരുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം. ഇതുപോലെ നോവേറ്റുന്ന ധാരാളം ചരിത്രങ്ങൾ ഈ വിഷയത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ചരിത്ര വായനയിൽ, തഫ്സീർ വായനയിൽ
മനസ്സിനെ ഏറെ പിടിച്ചുലക്കിയ ഒരു സംഭവമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പ്രായപൂർത്തി എത്തി വിവാഹപ്രായം തെളിയിച്ച ഒരു പെൺകുട്ടിയെയാണ് ഒരു പിതാവ് അത് പലതവണ അണച്ചുപൂട്ടി കേണിട്ടും കരഞ്ഞിട്ടും, വാപ്പ നിങ്ങൾ എന്താണ് എന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വാപ്പ ഉമ്മാക്ക് കൊടുത്തൊരു ഉറപ്പില്ലേ, ഒരു വാക്കില്ലേ, അത് നിങ്ങൾ പാഴാക്കല്ലേ എന്ന് പറഞ്ഞിട്ടും, നിങ്ങളെന്നെ കൊല്ലുകയാണല്ലേ എന്ന് കേണിട്ടും അയയാത്ത അലിയാത്ത മനസ്സിൻ്റെ ഉടമകൾ അതായിരുന്നു അന്നാളുകളിൽ ജാഹിലിയത്തിൽ പലരും. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിന് അൽ ജാഹിലിയ എന്ന വിശേഷണം വന്നത്. ഈ ഭൂമിക്ക് വരിയിൽ നിശ്വസിച്ച് ജീവിക്കാൻ ഇവിടെ ജന്മം ലഭിച്ചതിന് ശേഷം അവസരം നിഷേധിക്കപ്പെട്ടവരായിരുന്നു സ്ത്രീ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് അതിനുള്ള അവകാശം നൽകിയത് വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കഠിനമായ ഭാഷയിലാണ്. വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. മൗഊദത്ത് ചോദിക്കപ്പെടുന്ന പരലോക കോടതി. മൗഊദ എന്ന് പറഞ്ഞെങ്കിൽ ജനിച്ചു വീണ് ആ നവജാത ശിശുവിൽ ഭാരം കയറ്റി വെക്കുന്ന, അതിനാണ് പറയുക മൗഊദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിട്ട് മൂടി കല്ലിട്ട് ഉറപ്പിച്ച് പോരുന്ന ദുരിതാവസ്ഥ. അങ്ങനെയുള്ള പെണ്ണിനോട് ചോദിക്കും, കുട്ടിയോട് ചോദിക്കും, നീ എന്ത് കുറ്റത്തിന് കൊല്ലപ്പെട്ടു എന്ന്, വധിക്കപ്പെട്ടു എന്ന്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب. ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകൾ ഈ വിഷയത്തിൽ നമ്മൾ വായിക്കും. ഇത് അവരുടെ ജീവിതാവകാശവുമായി ബന്ധപ്പെട്ട് ചില വശങ്ങളും ഭാഗങ്ങളുമാണ്. സ്വത്തിൻ്റെ വിഷയം തീർത്തും നീതി നിഷേധിക്കപ്പെട്ട് ഒരവകാശവും വകവെക്കാതെ പെരുമാറിയിരുന്ന ഒരു ദുരന്തകാലം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദീസ് വായിക്കുമ്പോൾ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യയും പെൺമക്കളും തിരുസവിധത്തിലേക്ക് വന്ന ഒരു മഹനീയ ചരിത്രം വായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പകല് മുഴുവൻ ഈ 3 പേർക്ക് വേണ്ടി വിനിയോഗിച്ചു, ചെലവഴിച്ചു. എന്നിട്ട് അവരുടെ അവകാശം അവർക്ക് തിരിച്ചു വാങ്ങിച്ചു നൽകിയ വിഷയം. സഅദ് ഇബ്നു റബീഅ അൽ അൻസാരി ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷിയായ മഹാനാണ്. അനസ് ഇബ്നു നദർ, സഅദ് ഇബ്നു റബീഅ തുടങ്ങിയവരൊക്കെ ഉഹദ് യുദ്ധത്തിൻ്റെ ചരിത്രം വഹിക്കുമ്പോൾ പ്രത്യേകം
പരാമർശിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൽ ശത്രുക്കളുടെ ഇടയിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുന്ന മാർഗേണ ധീരധീരം പോരാടി ഷഹാദത്തേറ്റവരാണ് സഅദും അനസും റളിയല്ലാഹു അൻഹുമ. അവരൊക്കെ ഈ സഅദിനെ വിളിച്ചാണ് അനസ് എന്ന് പറയുന്നത്. അനസ് ബിൻ നദർ വാഹൽ ലിരീഹിൽ ജന്ന യാ സഅദു, സഅദേ സ്വർഗത്തിൻ്റെ മണം പരിമളം, ദൂന ഉഹുദിൻ, ഉഹുദിനിപ്പുറം. അങ്ങനെ അനസ് ബിൻ നദർ പോരാടിയ വിഷയം. ഉഹുദിൻ്റെ പൊടി അടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനെ അന്വേഷിക്കാൻ പറയുന്നുണ്ട് അടർക്കളത്തിൽ. സഅദിൻ്റെ ശരീരത്തിൽ നിശ്വാസം ശേഷിക്കുന്നുവെങ്കിൽ, ജീവനുണ്ട് എങ്കിൽ, ജീവൽ തുടിപ്പുണ്ട് എങ്കിൽ എൻ്റെ സലാം പറയണം. കൈഫ തജിദുക്, എന്താണ് അവസ്ഥ എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളെ വിടുന്നുണ്ട്. ഉഹുദ് യുദ്ധം കഴിഞ്ഞ് ഉഹുദിൻ്റെ പൊടി അടങ്ങിയപ്പോൾ സഅദിനെ പ്രത്യേകം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിടുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ച ആൾ ചെന്ന് നോക്കുമ്പോൾ സഅദ് ബിൻ റബീഅ മരണത്തോട് മല്ലിട്, ഏതാനും നിശ്വാസങ്ങളെ ബാക്കിയുള്ളൂ. അപ്പോൾ സഅദിനോട് പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് സലാം ഓതിയിരിക്കുന്നു. കൈഫ തജിദുക്, നിങ്ങളുടെ അവസ്ഥ എന്ത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹിനോട് എൻ്റെ സലാം അടക്കണം, എൻ്റെ സലാം പറയണം. അതേപോലെ ഞാൻ സ്വർഗത്തിൻ്റെ പരിമളം അനുഭവിക്കുന്നു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. അതാണ് ഈ സഅദ് ബിൻ റബീഅ. അദ്ദേഹം ഉഹുദിൽ ഷഹീദായപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയും 2 പെൺമക്കളുമുണ്ട്. സഅദിന് സ്വത്തുണ്ടായിരുന്നു വിശുദ്ധ മദീനയിൽ. ആ സ്വത്തുകൾ ഉണ്ടായിരുന്നത്, ഇന്ന് നമ്മൾ മദീനയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മസ്ജിദുൻ നബവിയുടെ വടക്ക് ഭാഗം അബൂദർ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അതാണ് സൂഖ് അസ്വാഫ് എന്ന് പറയും. അവിടെയായിരുന്നു അവരുടെ സ്വത്ത്. അത് മുഴുവൻ സഅദ് റളിയല്ലാഹുവിൻ്റെ സഹോദരൻ എടുത്തു. ഈ വിധവയെയും, സഅദിൻ്റെ വിധവയെയും 2 പെൺമക്കളെയും വിഗണിച്ചു, ഒന്നും കൊടുത്തില്ല. ജാഹിലിയത്തിൽ സ്ത്രീകൾ സ്വത്ത് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ സഅദിൻ്റെ ആ വിധവ ആ വിഷയത്തിലൊന്നും സംസാരിച്ചില്ല, പ്രതികരിച്ചില്ല. പക്ഷേ ഈ കുട്ടികൾ വലുതായപ്പോൾ സഅദിൻ്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയുകയാണ്, തിരുദൂതരെ, സഅദ് ഉഹുദിൽ നിങ്ങളോടൊപ്പം പങ്കെടുത്ത് ഷഹീദായി. സൂറത്തുൻ നിസായിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ പല ആയത്തുകളും അവതീർണമായത് ഈ ഒരു വിഷയം അതിനെ പുരസ്കരിച്ചാണ്. സഅദിൻ്റെ പെൺമക്കൾ യതീമുകളാണ്. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ദുൽമൻ, അന്യായമായി യതീമുകളുടെ സ്വത്ത് തിന്നുന്നവർ, ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ, അവരവരുടെ വയറുകളിലേക്ക് തിന്നിറക്കുന്നത് തീനെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വസയസ്ലൗന സഈറ, തിന്നുന്നവർ നരകത്തിയിൽ കിടന്നെരിയും എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകി. പിന്നെ അനന്തരാവകാശം, അതുമായി ബന്ധപ്പെട്ടുള്ളതായ വചനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ഒരു ദിവസം പ്രഭാത നിസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു, സൂഖ് അസ്വാഫിലേക്ക് ചെന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹറും അസറും നിസ്കരിച്ചത് ആ സൂഖ് അസ്വാഫിലാണ്. അവിടെ നിന്നു, അവിടെ നിസ്കാരം നിർവഹിച്ചു. സഅദ് റളിയല്ലാഹു തആലയുടെ സ്വത്തുക്കൾ അന്വേഷിച്ചറിഞ്ഞ് ആ സ്വത്ത് വിഹിതം, അതിൽ ഈ 2 പെൺമക്കൾക്ക് 3/2 ഭാഗവും, സഅദിൻ്റെ വിധവ 8/1 ഭാഗവും
വീതിച്ച് വാങ്ങി നൽകിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിലേക്ക് തിരിച്ചു മടങ്ങിയത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. നമ്മുടെ ദീൻ ഇവിടെ ഉദയം ചെയ്യുന്ന നാളിൽ എത്രമേൽ വിഗണിക്കപ്പെട്ട സാമൂഹ്യ ശ്രേണിയിലെ ഒരു വിഭാഗമായിരുന്നു സ്ത്രീജനങ്ങൾ. പക്ഷേ നമ്മുടെ ദീൻ അവർക്ക് അവരുടെ അവകാശങ്ങൾ നിശ്ചയിച്ച് അത് വാങ്ങി നൽകിയതിൻ്റെ ഉദാഹരണം ജാഹിലിയത്തിലേതുപോലെ പിൽക്കാലങ്ങളിൽ വിഗണിക്കപ്പെട്ടാൽ മൗനം ഭജിച്ച് സഹിച്ച് ജീവിക്കാനല്ല, പിന്നെയോ തങ്ങളുടെ അവകാശങ്ങൾ അന്വേഷിച്ച് ചോദിച്ചു വാങ്ങാൻ ഇസ്ലാം സ്ത്രീകളെ സജ്ജമാക്കി ഒരുക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ ഉമർ ഖൈബർ സന്ദർശിച്ച ഒരു ചരിത്രമുണ്ട്. ഖൈബർ വിശുദ്ധ മദീനയിൽ 120 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളിലാണ് ഖൈബർ ജയിക്കുന്നത്. കൃഷിയിടം, ഫലഭൂയിഷ്ടം, കാലിസമ്പത്തിൽ ധന്യം, ഇതൊക്കെയാണ് ഖൈബറിൻ്റെ പ്രത്യേകത. ഉമർ ഖൈബറിലേക്ക് പോവുകയാണ്. അദ്ദേഹം അമീറുൽ മുഅ്മിനീനാണ്, ഖലീഫയാണ്. അങ്ങനെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഉമർ വിശ്രമിക്കാൻ വേണ്ടി കിടന്നു. ഉമർ ഖലീഫ വഴിയിൽ ഖൈബറിനോടടുത്ത് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി കിടന്നു. ഉമർ ഉറങ്ങുകയാണ്, വിശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ വന്ന് ഉമറിൻ്റെ കാലിൽ മുട്ടി വിളിക്കുകയാണ്. അപ്പോൾ ഉമർ ഞെട്ടി ഉണർന്നു. അപ്പോൾ ഈ സ്ത്രീ പറയാണ്, ഇന്നി തവസ്സംതു ഫീക്കൽ ഖൈർ, ഞാൻ താങ്കളിൽ ഒരു നല്ല ലക്ഷണം വായിക്കുന്നു, നിങ്ങളൊരു നല്ല മനുഷ്യനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്കറിയില്ല ഇത് ഉമറാണ്, അമീറുൽ മുഅ്മിനീനാണ് എന്നുള്ളതൊന്നും അറിയില്ല. അതുകൊണ്ട് ആ മഹദി പറയുന്നത്, ഫതശഫഅ ലി ഇൻദ മുഹമ്മദ് ഇബ്നി മസ്ലമ, താങ്കൾ എനിക്ക് വേണ്ടിയിട്ട് മുഹമ്മദ് ഇബ്നു മസ്ലമയോടൊന്ന് ശുപാർശ പറയണം. ഇതാണ് സ്ത്രീ ഉമറിനോട് പറയുന്നത്. അപ്പോൾ ഉമർ ചോദിക്കുകയാണ്, എന്താണ് മുഹമ്മദ് ബിൻ മസ്ലമയുടെ കാര്യം ചോദിക്കുകയാണ്. മാബിക്, കാരണം ഉറക്കത്തുനിന്ന് വിളിച്ചുണർത്തിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ പറയാണ്, ഇന്ന അമീർ അൽ മുഅ്മിനീൻ ഉമർ ഖദ് ബഅസ ഇലൈന അൽ ആമൽ അവൽ മുഹമ്മദ് ഇബ്ന മസ്ലമത സാഇയൻ ഫലം യുഅ്തിനി ശൈഅൻ വ ഇന്നി ഇംറഅത്തുൻ മുഅ്തിമ. അമീറുൽ മുഅ്മിനീൻ ഉമർ കഴിഞ്ഞ വർഷം ഖൈബറിലെ സകാത്ത് പിരിക്കാൻ മുഹമ്മദ് ഇബ്നു മസ്ലമയെയാണ് നിയോഗിച്ചത്. പക്ഷേ മുഹമ്മദ് ഇബ്നു മസ്ലമ സകാത്ത് പിരിച്ചിട്ട് ലം യുഅ്തിനി ശൈഅൻ, എനിക്കൊന്നും തന്നിട്ടില്ല. നമുക്കറിയാം, സകാത്ത് പിരിക്കുമ്പോൾ തുഖദു മിൻ അഗ്നിയാഇഹിം വ തുറദ്ദു അലാ ഫുഖറാഇഹിം, ധനികരിൽ നിന്ന് സ്വീകരിച്ചിട്ട് ദരിദ്രർക്കിടയിൽ വിതരണം ചെയ്യണം. അതിൽ എവിടുന്നാണോ പിരിക്കണത് അവിടെയുള്ള ധനികരിൽ നിന്ന് വാങ്ങിയിട്ട് അവിടെയുള്ള ഫുഖറാക്കൾക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്, പരിഗണനയുള്ളത്. ഈ സ്ത്രീ പറയുന്നത്, മുഹമ്മദ് ബിൻ മസ്ലമയെ അമീറുൽ മുഅ്മിനീൻ ഉമർ സകാത്ത് പിരിക്കാൻ ഏൽപ്പിച്ചു, എന്നിട്ട് അദ്ദേഹം സകാത്ത് പിരിച്ചിട്ട് ഫുഖറാക്കൾക്കിടയിൽ വിതരണം ചെയ്തു. വലം യുഅ്തിനി ശൈഅൻ, എനിക്കൊന്നും തന്നിട്ടില്ല. വ ഇന്നി ഇംറഅത്തുൻ മുഅ്തിമ, ഞാൻ യതീം കുട്ടികളുടെ ഒരു ഉമ്മയാണ്, അവർ വിധവയാണ്.
അവളുടെ കീഴിൽ പറക്കമുറ്റാത്ത യതീമുകളാണ്, എന്നിട്ട് എനിക്കൊന്നും തന്നിട്ടില്ല. وإني سمعت أن أمير المؤمنين عمر قد بعثه ساعيا في هذا العام. ഈ വർഷവും അമീറുൽ മുഅ്മിനീൻ ഉമർ ഈ മുഹമ്മദ് ബിൻ മസ്ലമയെ തന്നെയാണ് സായിയൻ, സക്കാത്ത് പിരിക്കുന്നവനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. അതിന് കഴിഞ്ഞ വർഷം തന്നില്ല, എന്നെ പരിഗണിച്ചില്ല. ഈ വർഷവും അദ്ദേഹമാണ് വരുന്നത് എങ്കിൽ എനിക്ക് തരൂല. അതുകൊണ്ട് നിങ്ങളൊന്ന് വന്നിട്ട്, നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് നിങ്ങളെ തോന്നുന്നത്, അതുകൊണ്ട് നിങ്ങളൊന്ന് മുഹമ്മദ് ബിൻ മസ്ലമയോട് എനിക്ക് വേണ്ടിയിട്ട് ശുപാർശ പറയണം. അതാണ് ആ സ്ത്രീ പറയുന്നത്. ഇത് ഉമർ കേട്ടപ്പോൾ ഉമർ യാ യർഫ ഉദുഉലി മുഹമ്മദ ഇബ്ന മസ്ലമ, മുഹമ്മദ് ഇബ്നി മസ്ലമ യർഫയെ വിളിക്കുകയാണ്. യർഫ എന്ന് പറഞ്ഞെങ്കിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ ഖാദിം, ഉമർ റളിയല്ലാഹുവിൻ്റെ ഖാദിം, സേവകൻ. യർഫ മുഹമ്മദ് ഇബ്നു മസ്ലമയെ വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീക്ക് പ്രയാസമായി. കാരണം മുഹമ്മദ് ഇബ്നു മസ്ലമയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരുടെ വിഷയം കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരുടെ പേടി പിന്നെ തീരെ പരിഗണിക്കൂല എന്നുള്ളതാണ്. അവർ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളൊന്ന് ശുപാർശ പറയാനാണ്, എന്നിട്ട് വിളിക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറയാണ്, ഇല്ലം യഅ്തിനാ ജിനാഹു, മുഹമ്മദ് ബിൻ മസ്ലമ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ വരാം, പക്ഷേ വരുമോ നോക്കട്ടെ. അങ്ങനെ ഇർഫ് പോയി മുഹമ്മദ് ബിൻ മസ്ലമയോട് ചെന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ യദൂക്ക്, നിങ്ങളെ വിളിക്കണേ, ഉമർ നിങ്ങളെ വിളിക്കണേ എന്ന് പറയണം. അപ്പോഴത്തേക്ക് മുഹമ്മദ് ബിൻ മസ്ലമയ്ക്ക് പേടിയായി. മാതാ ഇൻദഹു, ഉമറിൻ്റെ അടുക്കൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇർഫ് പറഞ്ഞ്, ഒന്നുമില്ല, ഇല്ല അന്നി വജത്തു ഇൻദഹു ഇംറഅതൻ, പക്ഷേ ഉമറിൻ്റെ അടുക്കൽ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ട്. അതോടുകൂടി മുഹമ്മദ് ബിൻ മസ്ലമയ്ക്ക് വലിയ ടെൻഷനായി. അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ട് എന്ന്. അങ്ങനെ മുഹമ്മദ് ഇബ്നു മസ്ലമ വന്നു, പേടിച്ചുകൊണ്ട് നിന്നിട്ട് അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ട് സലാം ഓതി. അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ സലാം ഓതിയപ്പോൾ ഈ പെണ്ണ്, അപ്പോഴാണ് ഞാൻ ഈ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയതും കാര്യങ്ങൾ പറഞ്ഞതൊക്കെ അമീറുൽ മുഅ്മിനീനാണ് എന്ന് പറയുന്നത് ആ റിപ്പോർട്ടിൽ കാണാം. ഇമാം മാലിക് നിവേദനം ചെയ്യുന്ന റിപ്പോർട്ടിൽ കാണാം. അതോടുകൂടി ഈ സ്ത്രീ അവരുടെ വസ്ത്രം ഒന്നായിട്ട് പൊതച്ച് മാറി നിന്നു എന്നാണ്. കാരണം ഇതാണ് ഉമർ അമീറുൽ മുഅ്മിനീൻ അവർക്ക് അപ്പോഴാണ് മനസ്സിലാണത്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നീട് മുഹമ്മദ് ഇബ്നു മസ്ലമയോട് പറഞ്ഞു, ഉമറിൻ്റെ സംസാരം തന്നെ അങ്ങനെയാണ്, യാ മുഹമ്മദ് കുന്ന അകലതു റഅസിൻ, നമ്മൾ അക്കലത്ത് റസായിരുന്നു. അക്കലത്ത് റസ് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമായിരുന്നു പണ്ട്. ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ അനുസ്മരിക്കാണ്. വൽ അറബ് കുല്ലുഹും ദൈതൻ, അറബികളന്ന് നമുക്കെതിരായിരുന്നു എല്ലാവരും. നമ്മളാണ് മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷം, അറബികൾ എല്ലാവരും നമുക്കെതിരായിരുന്ന ഒരു കാലം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ അനുസ്മരിച്ചുകൊണ്ട് ഉമർ ഈ വിഷയം പറയണം. കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളെ സദക്ക പിരിക്കാൻ അയച്ചു. നിങ്ങൾ സദക്ക പിരിച്ച് നിങ്ങളോട് പറഞ്ഞത് ധനികരിൽ നിന്ന് കൊണ്ട് അവിടെയുള്ള ദരിദ്രർക്ക് കൊടുക്കാനാണ്. പക്ഷേ ഈ യതീമുകളുടെ ഉമ്മയെ നിങ്ങൾ വിഗണിച്ചു. അപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഇന്നി മാ തഅമ്മത്തു ദാലിക്, ഒരിക്കലും ഞാനത് ബോധപൂർവ്വം ചെയ്തിട്ടില്ല. ചിലപ്പം അവർ വന്നിട്ടുണ്ടാവില്ല അത് വാങ്ങാൻ, അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ വിട്ടതായിരിക്കും. ഞാൻ ഒരിക്കലും മാ തഅമ്മത്തു ദാലിക എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ബിൻ മസ്ലമ എന്ന് പറയുന്ന ഉമറിൻ്റെ ഗവർണർ ഉമറിനോട് കെഞ്ചി പറഞ്ഞു, ഞാൻ അങ്ങനെ ബോധപൂർവ്വം ചെയ്തിട്ടില്ല. പക്ഷേ
ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, ഈ വർഷം സക്കാത്ത് പിരിച്ചിട്ടില്ലെങ്കിൽ അൽ ആമുൽ അവ്വലും ഹാദൽ ആമും, കഴിഞ്ഞ വർഷത്തതും ഈ വർഷത്തതും ഒന്നിച്ച് ഇവർക്ക് നിങ്ങൾ ഇവരുടെ അവകാശം നൽകണം. എന്നിട്ട് മുഹമ്മദ് ബിൻ അസ്ലമയോട് പോകാൻ പറഞ്ഞു. ഈ സ്ത്രീയോട് ഉമർ തൻ്റെ പക്കൽ അപ്പോഴുണ്ടായിരുന്ന കുറച്ച് സ്വത്തുക്കൾ അത് നൽകിയിട്ട്, ഇനി മുഹമ്മദ് ഇബ്നു മസ്ലമ നിങ്ങളെ പരിഗണിക്കുമെന്ന് പറഞ്ഞ് അവരെ, ഉമറിൻ്റെ യാത്രയാണ്, ഖൈബറിലേക്കുള്ള യാത്രയാണ്, അവരെ തൻ്റെ കൂടെ ഖൈബറിലേക്ക് കൊണ്ടുപോയി എന്നാണ് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നി ഉഹർരിജു ഹഖ്ഖ ദ്ദഈഫൈൻ. ഇന്നി ഉഹർരിജു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഠിന സ്വഭാവക്കാരനാണ്. ഹഖ്ഖ ദ്ദഈഫൈൻ, രണ്ട് ദുർബലരുടെ അവകാശത്തിൻ്റെ വിഷയത്തിൽ. ഉഹർരിജു എന്ന റസൂലുള്ളാഹിയുടെ പ്രയോഗം അത് ആണുങ്ങളോടാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യൂല, ഞാനതിൽ മയപ്പെടുത്തൂല്ല. വിട്ടുവീഴ്ച ചെയ്യൂല. രണ്ട് കൂട്ടരുടെ ഹക്ക് അത് പാഴാക്കുന്ന വിഷയത്തിൽ. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി, അൽ മർഅതു വൽ യതീം, ഒന്ന് സ്ത്രീ മറ്റൊന്ന് യതീം, അവർക്കുള്ള അവകാശങ്ങൾ, അർഹതകൾ, അതിൽ കൃത്യവിലോപം, അതിൽ അമാന്തിക്കൽ, അത് ഹനിക്കൽ, അതിൽ ഒരിക്കലും ഒരിളവുണ്ടാകില്ല. ഉഹർരിജ് എന്നാണ്. പുരുഷന്മാരെ ഞാൻ ഉദയ്യിഖ് ഉശദ്ദിദ് എന്നാണ്, അത് കഠിനമായി ഞാൻ കൈകാര്യം ചെയ്യും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിൻ്റെ പ്രയോഗവൽക്കരണം അതാണ് നമ്മൾ വിശുദ്ധ മദീനയുടെ ചരിത്രത്തിൽ നമ്മൾ സഅദ് ബിൻ റബീൻ്റെ ചരിത്രത്തിൽ കേട്ടത്. റസൂലുള്ളാഹി വളരെ ഗൗരവത്തിലാണ് അത് കൈകാര്യം ചെയ്തത്. ആ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകൾ തന്നെ എത്ര ഗൗരവത്തിലാണ് നമ്മൾ വായിക്കണം. സൂറത്തുൽ നിസാഇൻ്റെ തുടക്ക ഭാഗങ്ങളിലുള്ള ആയത്തുകൾ. അതുകൊണ്ടാണ് സ്ത്രീകൾക്കുള്ള അവകാശങ്ങളുടെ അർഹതകളുടെ വിഷയത്തിൽ നമ്മൾ ഇത്തരം സ്തുത്യർഹമായ ചരിത്രങ്ങൾ കേൾക്കുന്നത്. നമ്മൾ ഉമർ അമീറുൽ മുഅ്മിനീൻ നബി വിഷയത്തിൽ പ്രത്യേകം ഉദ്ധരിക്കും. കുറേ ചരിത്രങ്ങൾ നമ്മൾ വായിക്കും. കാരണം ഉമർ റളിയല്ലാഹു അൻഹു അത്രമേൽ കരുത്തരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജാഹിലിയത്തിലും അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലും. ഉമറിൻ്റെ ശക്തിയും മൂക്കും, ഉമർ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്ന ശൈലിയൊക്കെ നമുക്ക് ചരിത്രത്തിൽ അറിയാം. ഒരിക്കൽ ഷാമിലേക്ക് ഉമർ പോയി. ഷാമിൽ ബൈത്തുൽ മഖ്ദിസ് വിജയിച്ചടക്കുന്ന വിഷയത്തിലാണ് ഉമറിൻ്റെ ഷാമിലേക്കുള്ള യാത്ര. ഉമറിൻ്റെ ജാബിയ സന്ദർശനം, അതേപോലെ തന്നെ ഫലസ്തീൻ സന്ദർശനം ചരിത്രത്തിൽ വലിയ വിഷയമാണ്. കുറേ പാഠങ്ങളുള്ള ഒരു സന്ദർശന വിഷയമാണ്. അതിൽ അന്ന് സർവ്വസൈന്യാധിപൻ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹാണ്. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ മഹാൻ. അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ അമീൻ, വിശ്വസ്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച മഹാൻ. അങ്ങനെ ഉമർ ബൈത്തുൽ മഖ്ദിസിലെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മഖ്ദിസിനെ യഹൂദരുടെ മലിന ഹസ്തങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപമുറ്റി അന്ത്യനാൾ വരേക്കും തല ഉയർത്തി നിൽക്കുന്ന ഒരു മഹാസൗധമാക്കി, അള്ളാഹുവിൻ്റെ ഭവനമാക്കി ബൈത്തുൽ മഖ്ദിസിനെ അള്ളാഹു നിലനിർത്തട്ടെ. അള്ളാഹു ഗസയെയും ഫലസ്തീനെയും തേടി വന്ന ഈ ഒരു പരീക്ഷണം ആ നാട്ടിൽ നിന്ന് ഉയർത്തുമാറാവട്ടെ. ആ മണ്ണിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു സുജൂദിന് അവസരം കനിയുമാറാവട്ടെ. ഏതായാലും ഉമർ ഫലസ്തീനിലെത്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്തതിന് ശേഷം
സർവ്വസൈന്യാധിപനായ അബൂ ഉബൈദയോട് പറയുകയാണ്, നഹവ ബൈത്തിക്ക് യാ അബാ ഉബൈദ, ഇനി നമുക്ക് പോകേണ്ടത് നിങ്ങളുടെ വീട്ടിലേക്കാണ്, നിങ്ങളുടെ വീട്ടിൽ. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞെങ്കിൽ ഉമറിനെ അവിടെ സ്വീകരിക്കാൻ കാത്തു കഴിയുന്നത് എത്ര ആയിരങ്ങളാണ്. മാത്രമല്ല അവിടെയുള്ള വിമതസ്ഥർ വരെ, പുരോഹിതന്മാർ, ക്രിസ്തീയ പണ്ഡിതന്മാരൊക്കെ ഉമറിനെ കാത്തു കഴിഞ്ഞ ചരിത്രമല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഉമർ പിന്നെ അവിടുന്ന് ആ കൂട്ടത്തിൽ നിന്നാണ് പറയുന്നത്, നഹവ ബൈത്തിക്ക് അബൂ ഉബൈദ, ഇനി പോകേണ്ടത് നമുക്ക് അബൂ ഉബൈദ നിങ്ങളുടെ വീട്ടിൽ കാണും. അപ്പോൾ അബൂ ഉബൈദ ഉമർ തൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ വേഗം വീട്ടിലേക്ക് പായാണ്. എന്തിന്? വീടൊരുക്കാൻ, കുടുംബത്തെ അറിയിക്കാൻ. അങ്ങനെ ഉമർ അബൂ ഉബൈദയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഉമർ ചോദിക്കുകയാണ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദയുടെ ഭാര്യയോട്, ഫുലാന എന്നാ ഇന്ന ആളല്ലേ ചോദിക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു, നാം അതെ. അപ്പോൾ ഉമർ പറയുന്നു, വല്ലാഹി ല അസു അന്നക്കി, അള്ളയാണ് ഞാൻ നിന്നെ ശിക്ഷിക്കും എന്നാണ് അവരോട് പറയുന്നത്. അബൂ ഉമർ അമീറുൽ മുഅ്മിനീൻ അബൂ ഉബൈദയുടെ ഭാര്യ ഒരു തെറ്റ് ചെയ്തത് അദ്ദേഹത്തിലേക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അത് അറിഞ്ഞിട്ടില്ല, അത് കൈകാര്യം ചെയ്യാനാണ് വരുന്നത്. സർവ്വസൈന്യാധിപൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞെങ്കിൽ അന്ന് അബൂ ഉബൈദ സർവ്വസൈന്യാധിപനായിട്ട് സൈന്യം വന്നതാണ്. ശത്രു സൈന്യവുമായിട്ടുള്ള യുദ്ധ സാഹചര്യത്തിൽ ശത്രുവിൻ്റെ ഭാര്യയിൽ നിന്നൊരു സമ്മാനം സ്വീകരിച്ചു അബൂ ഉബൈദയുടെ ഭാര്യ. അതാണ് വിഷയം. ഒരു യുദ്ധ സാഹചര്യത്തിൽ ശത്രുവിൻ്റെ ഒരു സമ്മാനം സ്വീകരിക്കുക എന്ന് പറഞ്ഞെങ്കിൽ അതൊരു ഗൗരവപ്പെട്ട വിഷയമാണ്. അത് ഉമർ അറിഞ്ഞിട്ട് അത് കൈകാര്യം ചെയ്യാൻ വരുന്നതല്ല, അത് അബൂ ഉബൈദൻ്റെ വിരുന്ന് തിന്നാൻ വരികയല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഫുലാന ഇന്ന ആളല്ലേ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോൾ വല്ലാഹി ല അസു അന്നക്കി എന്ന് പറയണം. അപ്പോൾ ആ സ്ത്രീ പറയണു, വല്ലാഹി ഇന്നക ലാ തഖ്ദീർ, ഉമറിനോട് അള്ളാഹുവാണ് സത്യം, അങ്ങേക്കതിന് സാധിക്കില്ല എന്ന് പറയും. ഒന്നാലോചിച്ച് നോക്കിയേ. അപ്പം അബൂ ഉബൈദ അദ്ദേഹം വിചാരിച്ചത് ഉമർ വന്ന് വലിയൊരു സൽക്കാരത്തിന് തന്നെ ഉള്ളൊരു അംഗീകാരം വകവെച്ച് വന്നാന്നാണ് വിചാരിച്ചത്. അദ്ദേഹത്തിന് ഭയമായി, പേടിയായി. അദ്ദേഹം പറഞ്ഞു, ഇന്നക തഖ്ദീർ, അമീർ മുഅ്മിനീൻ നിങ്ങൾക്ക് സാധിക്കും. സ്ത്രീ പറയണെന്താ? വല്ലാഹി ഇന്നക ലാ തഖ്ദീർ, അള്ളയാണ് സത്യം, നിങ്ങൾക്ക് അതിന് സാധിക്കൂല എന്ന് പറയും, എന്നെ ശിക്ഷിക്കാൻ സാധിക്കൂല എന്ന് പറയും. അപ്പോൾ ഇന്നക ലാ തഖ്ദീർ എന്ന അബൂ ഉബൈദ പറയുമ്പോഴും ഈ സ്ത്രീ പറയുന്നത് വല്ലാഹി ഇന്നഹു ലാ യഖ്ദീർ, അള്ളയാണ് സത്യം, അമീർ മുഅ്മിനീന് സാധിക്കൂല എന്ന് പറയും. എന്നിട്ട് അവർ പറയുന്നത് ഉമറിനോട്, ഹൽ തസ്തതിഉ അൻ തുദ്ഹിബ അന്നി ഇസ്ലാമി, അങ്ങേക്ക് എൻ്റെ ഇസ്ലാമിനെ എടുക്കാനും പോക്കാനും സാധിക്കുമോ? അപ്പോൾ ഉമർ പറഞ്ഞു, ലാ അസ്തതിഉ, നിങ്ങളുടെ ആദർശത്തെ ഇസ്ലാമിനെ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്ത്രീ പറഞ്ഞു, ഇദൻ ലാ ഉബാലി മാ സനഅത ബി, എൻ്റെ ആദർശത്തെ എന്നിൽ നിന്ന് എടുക്കാൻ നിങ്ങൾക്ക് പറ്റൂല എങ്കിൽ പിന്നെ അതിനപ്പുറം നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ഉമർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് മടങ്ങിപ്പോന്നു എന്നാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് മടങ്ങിപ്പോന്നു എന്നാണ്. ആ സ്ത്രീ അവരുടെ ആദർശം അതാണ് അവർക്ക് ഏറ്റവും സ്വാർത്ഥവും വിലപ്പെട്ടതും. അത് നഷ്ടപ്പെടില്ല എങ്കിൽ പിന്നെ ഉമറിൻ്റെ അതിനപ്പുറമുള്ള എന്ത് ശിക്ഷയും അതൊരു പ്രശ്നമില്ല എന്ന് അബൂ ഉബൈദയുടെ ഭാര്യ പറഞ്ഞപ്പോൾ ഉമർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഉമർ ഇപ്പം അമീറുൽ മുഅ്മിനീനാണ്.
ഇപ്പോഴാകട്ടെ ഇതിനു മുമ്പാകട്ടെ ഉമർ വല്ലാഹില അസു അന്നക്ക്, നിന്നെ ഞാൻ ശിക്ഷിക്കും എന്ന് പറഞ്ഞെങ്കിൽ ഉമറിന് അതിന് സാധിക്കും, കഴിയും. പക്ഷേ മഹദി വല്ലാഹി ഇന്നക ലാ തഖ്ദീർ എന്ന് പറഞ്ഞു ഉമറിനോട് പ്രതികരിച്ചത്. എന്നിട്ട് എനിക്കെൻ്റെ ഇസ്ലാമാണ് ഏറ്റവും വിലപ്പെട്ടത്, അത് നഷ്ടപ്പെടുത്താനാകില്ല എങ്കിൽ പിന്നെ എന്ത് ശിക്ഷയും എനിക്കൊരു വിഷയമല്ല എന്ന് ഉമറിനോട് പ്രതികരിച്ചത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ദീനിൽ സ്ത്രീകൾക്ക് വകവെച്ച അവർക്കുള്ള അർഹതകൾ, അവകാശങ്ങൾ, അവർക്ക് അവരുടെ കാര്യത്തിൽ പ്രതികരിക്കാൻ, തങ്ങളുടേത് ചോദിച്ച് നേടാൻ ഉള്ള അവസരങ്ങൾ, അതൊക്കെയാണ് നമ്മളോട് വായിക്കുന്നത്. ആദരവിറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ മുഗീസ് ബരീറ ദമ്പതികളുടെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ബരീറ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഒരു മൗലാത്തായിരുന്നു, അടിമപ്പെണ്ണായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർക്ക് സ്വാതന്ത്ര്യം നൽകി, ബരീറക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഭർത്താവ് മുഗീസ് കറുത്ത തൊലിപ്പുറത്തിൽ ഒരു അടിമയായിരുന്നു. ബരീറക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവർ ഈ മുഗീസിൻ്റെ വിഷയത്തിൽ വിരക്തയായി. പിന്നെ അവർക്ക് മുഗീസിനെ വേണ്ട. പക്ഷേ മുഗീസ് ബരീറയെ കിട്ടാൻ വേണ്ടി, ബരീറ തന്നെ ഒഴിവാക്കി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ നടക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുഗീസ് യബ്കി വയതറദ്ദാഹ എന്നാണ്, കരഞ്ഞുകൊണ്ട് ബരീറയുടെ പ്രീതി നേടാൻ വേണ്ടിയിട്ട് പിന്നാലെ നടക്കുകയാണ്. മദീനയുടെ വഴികളിൽ എന്ന് കാണാം, മദീനത്തുള്ള വഴികളിലൂടെ ബരീറ മുഗീസിൽ നിന്ന് ഓടുകയാണ്, മുഗീസ് പിന്നാലെ ഓടുകയാണ് കരഞ്ഞുകൊണ്ട്. തറദ്ദാഹ എന്നാണ്, എങ്ങനെയെങ്കിലും ഒന്ന് തന്നെ സ്വീകരിക്കാൻ വേണ്ടി. അങ്ങനെയാണ് മുഗീസ് കരഞ്ഞുകൊണ്ട് ആരുടെ അടുക്കിലേക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുകൊണ്ട് മുഗീസ് പറയണം, റസൂലുള്ളാഹി ബരീറയോട് പോകല്ല എന്ന് പറ, പിന്നെ ഒഴിവാക്കല്ല എന്ന് പറയാതാണ്. അപ്പോൾ റസൂലുള്ളാഹി ബരീറയോട് പറയാണ്, യാ ബരീറ സൗജുക്കി വ അബൂ ബനീക്കി, ബരീറ നിങ്ങളെ ഭർത്താവാണ്, നിങ്ങളുടെ മക്കളുടെ ഉപ്പയാണ്. എന്തിനാ പറയണത്? ബരീറ ഒന്ന് അയ്യാൻ. അപ്പോൾ ബരീറ ചോദിക്കാൻ റസൂലുള്ളാഹിനോട്, യാ റസൂലല്ലാഹ് തഅ്മുറുനി, തിരുദൂതരെ നിങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണ്, നിങ്ങളെന്നോട് കൽപ്പിക്കുകയാണ് എങ്കിൽ ഖലാസ്, എന്താ വമാ കാന ലി മുഅ്മിനി വലാ ലി മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹി. ഒരു വിശ്വാസിനിക്കും അള്ളാഹും അള്ളാഹിൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ, വിധിച്ചാൽ പിന്നെ തങ്ങളുടേതായ ഒരു അഭിപ്രായം പാടുള്ളതല്ല. അള്ളാഹ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതാണ്, കേട്ടു അനുസരിച്ചു. അതുകൊണ്ടാണ് ബരീറ ചോദിക്കുന്നത്, നിങ്ങളുടെ കൽപ്പനയാണ് എങ്കിൽ ഞാൻ ബരീറിനെ വെക്കാം. അപ്പോൾ റസൂൽ പറയാണ്, ലാ ഇന്നമാ അന ശാഫിഅ, ഇത് കൽപ്പനയല്ല, ഞാൻ ശുപാർശകനാണ്, ഞാനൊരു ശുപാർശ പറയാൻ മാത്രമേ ചെയ്യണേ, നിങ്ങളോട് കൽപ്പിക്കണില്ല. ഇന്നമാ അന ശാഫിഅ, ഞാൻ ശുപാർശകൻ എന്ന് പറഞ്ഞ ബരീറ പറയാണ്, ലാ ഹാജത ലീ ഫീഹി, ലാ ഹാജത ലീ ഫീഹി, മൂപ്പർ എനിക്ക് വേണ്ട എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ ഒരു സംസാരത്തിൽ അവർക്കുള്ള അവകാശത്തെ മാനിച്ചത്, വകവെച്ചത്, ഇത് തീർത്തും അടിച്ചൊതുക്കപ്പെട്ട, ഒതുക്കി അനങ്ങാൻ വിടാത്തൊരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു ജനവിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈപിടിച്ചുയർത്തിയതിൻ്റെ, ഇസ്ലാം ഉണർത്തിയതിൻ്റെ, ഉത്ബോധിപ്പിച്ചതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. നമ്മൾ ഈ മക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ ആളുകൾ മക്കത്ത് നിന്ന് തായിഫിലേക്ക് പോകുമ്പോൾ ഒരു ഖബർ ഒരിടത്തെത്തിയിട്ടുണ്ടെങ്കിൽ കല്ലെറിയും ആളുകൾ. കല്ലെറിഞ്ഞ് നമ്മൾ ജംറയിൽ കല്ലെറിയില്ല, ആ ജംറയിൽ കല്ലെറിയുന്നത് പോലെ ചെറിയ കല്ലല്ല,
പിന്നെയോ ജംറയിൽ കല്ലെറിയുമ്പോൾ നമ്മൾ ചെറിയ കല്ലല്ലേ, ചില ആളുകൾ മാത്രമാണ് ഷെയ്ത്താൻ കിദർ ഹേ എന്ന് വെച്ചിട്ട് വരും ജംറയിൽ കല്ലെറിയ. ഷെയ്ത്താൻ എവിടെയെന്ന് വെച്ചിട്ടാണ് വരും. ബഡാ ഷെയ്ത്താൻ കിദർ ഹേ, ചോട്ടാ ഷെയ്ത്താൻ കിദർ ഹേ എന്ന് വെച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യും? ചില ആളുകൾ കിട്ടിയതൊക്കെ എടുത്തെറിയും, ബാഗ് എടുത്തെറിയും, കുട എടുത്തെറിയും. ചിലർ ഒന്നും കിട്ടിയില്ലെങ്കിൽ വെപ്പല് വരെ എടുത്തിട്ട് എറിയും. ചില ഹാജിമാർക്ക് അങ്ങനെയാണ്. ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഏറാണ് പ്രധാനം. അത് അറഫയിൽ നിന്ന് പോലും പോന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ അറിയും, ജംറയിൽ അറിയും. ആ ഷെയ്ത്താൻ എറിയാനുള്ള ഊക്ക്. അതേ ഊക്കിൽ കല്ലെറിയുന്ന ഒരു സ്ഥലമുണ്ട് തായിഫിൽ നിന്ന് വരുമ്പോൾ വഴിയിൽ. അതിന് പറയുന്ന പേര് ഖബറു അബീ റിഗാൽ എന്നാണ്. അബൂരിഗാലിൻ്റെ ഖബർ എന്നാണ് പറയാം. അറബികൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അതിൽ ഉണ്ടല്ലോ മുശ്രിക്കുകൾ വരെ അവിടെ എത്തിയിട്ട് കല്ലെടുത്തിട്ട് എറിയും. അതൊരു സുന്നത്തൊന്നും അല്ല കേട്ടോ, പക്ഷേ ആളുകളുടെ ഒരു ശീലമാണ്. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കല്ലെടുത്ത് എറിയുക ആ ഖബറിന്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഗീലാൻ അസ്സഖഫിയോട് പറയുന്നുണ്ട്, ഗീലാനെ നീ നിൻ്റെ ഭാര്യമാരെ തിരിച്ചെടുത്തോ, ഇല്ലെങ്കിൽ അബൂരിഗാലിൻ്റെ ഖബറിന് ആളുകൾ കല്ലെറിയുന്നത് പോലെ നിന്നെ കല്ലെറിയാൻ ഞാൻ കൽപ്പിക്കുമെന്ന് പറയുന്നു. അബൂരിഗാലിൻ്റെ ഖബറിന് ആളുകൾ കല്ലെറിയുന്നത് പോലെ നിന്നെ എറിയാൻ കൽപ്പിക്കും എന്ന് പറയുന്നു ഉമർ. അതെന്താ വിഷയം? അബൂരിഗാൽ ആരാ? ആദ്യം ആരാ അബൂരിഗാൽ? അബൂരിഗാൽ എന്ന് പറഞ്ഞാൽ എന്തിനാ ആളുകൾ പോയിട്ട് അവിടെ കല്ലെറിയണത്? അബൂരിഗാലിനോടുള്ള ഈറ തീർക്കുകയാണ്. അബ്രഹത്തിൻ്റെ ആനപ്പട കഅബ തകർക്കാൻ വേണ്ടി വന്നപ്പോൾ, അബ്രഹത്തിൻ്റെ ആനപ്പട കഅബ തകർക്കാൻ വേണ്ടി വന്നപ്പോൾ എവിടുന്ന അവർ വരുന്നത്? യമനിൽ നിന്ന് അബ്രഹത്തിൻ്റെ ആനപ്പടയും ആൾപ്പടയും കഅബ തകർക്കാൻ വേണ്ടിയിട്ട് യമനിൽ നിന്ന് വന്നപ്പോൾ അവർ തായിഫിലെത്തിയിട്ട് ഇവർക്ക് മക്കയിലേക്കുള്ള വഴി അറിയുന്നില്ല. അപ്പോൾ കുറേ ആളുകളോട് ചോദിച്ചു മക്കത്തേക്കുള്ള വഴി, എളുപ്പ വഴി ഏതാണെന്ന്. അപ്പോൾ അറബികൾ പറഞ്ഞു കൊടുക്കുമോ? കാരണം കഅബ അവർക്കൊക്കെ ആദരണീയാണ്, ഹറം അവർക്ക് പവിത്രമാണ്. പല അന്ധവിശ്വാസങ്ങളും ശുർക്കും അവർ ചെയ്യുന്നതോടൊപ്പം. അതുകൊണ്ട് തന്നെ ആളുകൾ കഅബത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തില്ല. ആലോചിച്ച് അബൂരിഗാലാണ് തായിഫിൽ നിന്ന് മക്കയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തിട്ട് വന്നത്. ആ അബൂരിഗാൽ മരിച്ചു, അയാളെ വഴിയിൽ അടക്കി. കഅബ തകർക്കാനുള്ള സൈന്യത്തിന് വഴി കാണിച്ചു കൊടുത്ത ദുഷ്ടൻ എന്ന നിലക്കാണ് അറബികൾ എന്ത് ചെയ്യുന്നത്? അവിടെ എത്തുമ്പോൾ അയാളെ ഖബറിന് കല്ലെറിയണത്. ഇതാണ് ഈ ഉമറിൻ്റെ പ്രയോഗത്തിൻ്റെ ആ ഒരു വിഷയം. നമ്മുടെ വിഷയം എന്താ? നമ്മുടെ വിഷയം ഗീലാനു സഖഫി മരണത്തോടടുക്കുക. മരിക്കാൻ കാലമായപ്പോൾ അയാൾക്ക് 4 ഭാര്യമാരുണ്ട്. ഇയാൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ അയാൾക്ക് 8 ഭാര്യമാരോ 12 ഭാര്യമാരുണ്ട്. ഇസ്ലാം ബഹുഭാര്യമാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെയോ ബഹുഭാര്യമാരെ വെച്ചിരുന്നു, അതിനെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ ഗീലാൻ സഖഫി തന്നെ എത്ര പെണ്ണുങ്ങളായിട്ടാണ് വരുന്നത് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ? അതിന് വിശ്വാസ തങ്ങൾ പരിമിതപ്പെടുത്താൻ പറഞ്ഞു. ഏതായാലും ഉമർ അള്ളാൻ്റെ കാലത്ത് ഇദ്ദേഹം ഗീലാൻ സഖഫി മരിക്കണ ആ സമയം വന്നപ്പോൾ അയാൾ 4 ഭാര്യമാരും വേഗം തലാക്കില്ലേ. എന്തിനാ ഭാര്യമാരെ തലാക്കില്ലേത്? ഇസ്ലാമിൽ ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് സ്വത്തോരിയില്ലേ? സ്വത്തോഹരിയുണ്ട്. അപ്പം ഭാര്യമാർക്ക് സ്വത്തോഹരി പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ തലാക്കില്ലേത്. 4 ഭാര്യമാരും തലാക്കില്ലേ. ഇത് ഉമർ അള്ളാഹിനെ അറിഞ്ഞു. അപ്പോഴാണ് ഉമർ അള്ളാഹിന് പറഞ്ഞത് ആ 4 ഭാര്യമാരെയും തിരിച്ചെടുക്കാൻ. അതില്ല എങ്കിൽ അബൂരിഗാലിൻ്റെ ഖബറിന് ആളുകൾ കല്ലെറിയുന്നത് പോലെ ആളുകളെ കൊണ്ട് നിന്നെ കല്ലെറിയിപ്പിക്കും. ഭാര്യമാർക്കുള്ള സ്വത്ത് ഞാൻ തലാക്ക് ചെല്ലപ്പെട്ടവരാണെന്നുള്ള ആൾക്ക് അവർക്കില്ല എന്നല്ല, പിന്നെ അവർക്ക് ആ വിഹിതം ഞാൻ എടുത്ത് നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഉമർ ആ വിഷയം കൈകാര്യം ചെയ്തു. ഗീലാൻ സഖഫി അവരെ തിരിച്ചെടുത്തു. പിന്നെ അവർക്ക് അവകാശം ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ഞാനിത് പറഞ്ഞത് ഈ ജാഹിലിയത്തിൻ്റെ ആ ചില ദുശ്ശീലങ്ങൾ അത് തുടർന്നതിൻ്റെ
ഒരു വിഷയമാണിത്. അങ്ങനെയായിരുന്നു അന്ന്. പക്ഷേ നമ്മുടെ ദീൻ ജീവിക്കാനുള്ള ഹക്ക് നൽകിയതുപോലെ ഏറ്റവും വിഗണിക്കപ്പെട്ട വിഷയമായിരുന്നു അവർക്കുള്ള സ്വത്ത് ഉടമപ്പെടുത്താനും കൈകാര്യം ചെയ്യാനുള്ള അവകാശം. അതൊക്കെ വകവെച്ച് നൽകി, ചോദിച്ചു വാങ്ങാനുള്ള അവകാശം വകവെച്ച് നൽകി എന്നതുപോലെ ആദരവുകൾ, അവകാശങ്ങൾ നൽകി പരിഗണിച്ച കൂടപ്പിറപ്പുകളാണ് സ്ത്രീ. ഒരു ഹദീസിൽ സലാസത്തുൻ യുഅ്തൗന അജ്റഹും മർറത്തൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 വിഭാഗം ആളുകൾ അവർക്ക് 2 തവണ കൂലി നൽകപ്പെടുന്നു. 2 തവണ കൂലി നൽകപ്പെടും. അതിലൊരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറജുലുൻ ഇൻദഹു അമതുൻ ഫഅദ്ദബഹ ഫഅഹ്സന തഅദീബഹ വഅല്ലമഹ ഫഅഹ്സന തഅലീമഹ സുമ്മ അഅതഖഹ ഫതസവ്വജഹ എന്നാണ്. 2 തവണ കൂലിയിട്ടുന്ന ഒരു വ്യക്തി, അയാൾക്ക് ഒരു അമത്തുണ്ട്. അമത്ത് എന്ന് പറഞ്ഞാൽ ഒരു അടിമപ്പെണ്ണുണ്ട്, അടിമപ്പെണ്ണ്. പക്ഷേ ഈ ഉടമ അദ്ദബഹ ഫഅഹ്സന തഅദീബഹ, ഈ അടിമപ്പെണ്ണിന് നല്ല സംസ്കരണം, അദബ് അഭ്യസിപ്പിച്ചു. അല്ലമഹ ഫഅഹ്സന തഅലീമ, നല്ല വിദ്യാഭ്യാസം നൽകി. അദബും ഇൽമും നല്ല അളവിൽ നൽകി അഭ്യസിപ്പിച്ച് സുമഅതഖഹ, അതിനെ മോചിപ്പിച്ച് ഫതസവ്വജഹ, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 2 കൂലി എന്ന് പറഞ്ഞു. ഒരടിമപ്പെണ്ണിനെ അദബും ഇൽമും, അറിവ് പഠിപ്പിക്കണം, അല്ല അറിവ് അഭ്യസിപ്പിക്കണം. അതിനെ പ്രയോഗിച്ച് അല്ലമഹ ഫഅഹ്സന തഅലീമഹ. ഈ ഒരു സ്ത്രീ, അതും ഒരു അടിമ സ്ത്രീ, അതിനെ പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ സ്വന്തം മക്കളെ, പെൺമക്കളെ പരിചരിക്കുന്ന, പഠിപ്പിക്കുന്ന വിഷയത്തിൽ എന്തായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട്? അതുകൊണ്ടാണ് മൻ ഉബ്തുലിയ മിൻ ഹാദിഹിൽ ബനാതി ബിശൈഇൻ ഫഅക്രമഹുന്ന വഅഹ്സന ഇലൈഹിന്ന കുന്ന സിത്രൻ ലഹു മിനൻ നാർ എന്ന ഹദീസിൽ വായിക്കാം. മൻ ആല ജാരിയതൈനി ബിൽ മുഊനതി വതർബിയ ജാഅ അന വഹുവ കഹാതൈനി ഫിൽ ജന്ന എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. 2 പെൺമക്കൾ, അവരെ മൻ ആല ജാരിയതൈനി ബിൽ മുഊനതി വതർബിയ, ചെലവിന് നൽകി, തർബിയത്ത് നൽകി, വിദ്യാഭ്യാസം നൽകി, സംസ്കരിച്ച് 2 പെൺമക്കളെ പോറ്റി വളർത്തുന്ന വാപ്പ, അയാളും ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജാഅ അന വഹുവ കഹാതൈനി ഫിൽ ജന്ന, 2 വിരലുകൾ ചേർത്ത് വെച്ച റസൂലുള്ളാഹി പറയുന്നത്, ഞാനും അയാളും ഇങ്ങനെ സ്വർഗത്തിൽ ഒന്നിച്ചുണ്ടാകും, വരും. അല്ലാഹു ആ ഭാഗ്യം നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ചില നിവേദനങ്ങളിൽ മൻ കാന ലഹു ബിൻതാനി ഔ സലാസു ബനാത്ത് ഉഖ്താനി ഔ സലാസു അഖവാത്ത്, 2 പെൺമക്കൾ അല്ലെങ്കിൽ 2 സഹോദരിമാർ, 3 പെൺമക്കൾ 3 സഹോദരിമാർ ഉണ്ട് എങ്കിൽ അവരുടെ തർബിയത്തും അതേപോലെ അവർക്കുള്ള ചെലവും ഒക്കെ വഹിക്കുന്നവൻ അയാൾ സ്വർഗത്തിലായിരിക്കുമെന്നറിയിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാന മിനൽ ജന്ന, സ്വർഗത്തിലായിരിക്കുമെന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗങ്ങൾ. ജാഹിലിയത്ത് അജ്ഞതയുടുത്ത ആളുകളുടെ നാളാണ്. പക്ഷേ ആ ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാം ആളുകളെ അറിവുള്ളവരാക്കി. കവി പറഞ്ഞില്ലേ, ഹൽ തത്ലുബൂന മിനൽ മുഖ്താരി മുഅ്ജിസതൻ കഫാഹു ശഅബുൻ മിനൽ അജ്ദാഫി അഹ്യാഹു ഹൽ കാന ദീനു ഇബ്നു അദ്നാനിൻ സിവാ ഫലകിൻ ഷഖൽ വുജൂദ വലൈലുൽ ജഹ്ലി യഗ്ശാഹു എന്ന്
മുഖ്താറായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഅ്ജിസത്ത്, അമാനുഷികതയെ അന്വേഷിക്കുന്നവർ അങ്ങനെ അന്വേഷിക്കുന്നുവെങ്കിൽ കഫാഹു ശഅബുൻ മിനൽ അജ്ദാഫി അഹ്യാഹു, റസൂലുള്ളാഹിൻ്റെ മുഅ്ജിസത്തായിട്ട് ആര് മതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവൻ നൽകിയ ഒരു ജനവിഭാഗം മതി എന്നാണ്. ജീവൻ നൽകിയ ഒരു ജനവിഭാഗം മതി എന്നാണ്. നമ്മൾ തുടക്കത്തിൽ കേട്ടില്ല കഥ? കെട്ടിപ്പിടിച്ച് കിണറ്റിൻ്റെ വക്കിൽ നിന്ന്, വാപ്പാ നിങ്ങൾ എന്താണ് എന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വാപ്പാ ഉമ്മാക്ക് കൊടുത്തൊരു ഉറപ്പുണ്ട്, അത് നിങ്ങൾ പാലിക്കണേ. വാപ്പാ നിങ്ങൾ എന്നെ ഈ കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊല്ലുകയാണല്ലേ എന്നൊക്കെ ചോദിച്ച് വികാരഭരിതമായി മനസ്സിനെ പിടിച്ചുലക്കും വിധം സംസാരിച്ചിട്ടു കിണറ്റിലേക്ക് നോക്കും, അപ്പോൾ ഹമിയത്ത് പിടികൂടും. മുഖത്തേക്ക് നോക്കും, അപ്പോൾ കാരുണ്യം പിടികൂടും. മാറി മാറി ആ നോട്ടം. അവസാനം ശൈത്താൻ തോൽപ്പിച്ചു. ഈ പെൺകുട്ടിയാണ് കാല് പിടിച്ചു പൊക്കി തല കുത്തനെയാക്കിയിട്ട് ആ കിണറ്റിൻ്റെ അഴിയിലേക്ക് എറിഞ്ഞ വിഷയം. അതൊക്കെ എത്ര കടുത്ത ചത്ത മനസ്സായിരുന്നു. ആ കടുത്ത ചത്ത മനസ്സിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിപ്പിച്ചത്, സജീവമാക്കിയത്. അതാണ് കഫാഹു ശഅബുൻ മിനൽ അജ്ദാഫി അഹ്യാഹു ഹൽ കാന ദീനു ഇബ്നു അദ്നാനിൻ സിവാ ഫലകിൻ. അദ്നാൻ്റെ ദീൻ, അദ്നാൻ ഇബ്നു അദ്നാൻ്റെ ദീൻ. ഇബ്നു അദ്നാൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ ഉപ്പ. പിതൃപരമ്പര കുട്ടികൾ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസയ്യ്, കിലാബ്, മുറത്ത്, കഅബ്, ലുഅയ്, ഗാലിബ്, ഫിഹ്രി, മാലിക്, നദർ, മുദർ, കിനാനത്ത്, ഖുസൈമത്ത്, മുദ്രിക്കത്ത്, ഇല്യാസ്, മഅദ്, അദ്നാൻ. അതാണ് ഇബ്നു അദ്നാൻ. ഇബ്നു അദ്നാൻ്റെ ദീൻ ഇവിടെ ഉദയം ചെയ്യുമ്പോൾ ഹൽ കാന ദീനു ഇബ്നു അദ്നാനിൻ സിവാ ഫലകിൻ ശഖൽ വുജൂദ് വലൈലുൽ ജഹ്ലി യഗ്ശാഹു. കൂരിരുട്ട് മുറ്റി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ കൂരിരുട്ടിനെ പിളർത്തിയാണ് ഒരു അരുണോദയം പോലെ ഇബ്നു അദ്നാൻ്റെ ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീനുൽ ഇസ്ലാം ഇവിടെ വെട്ടം പരത്തിയത്, പ്രകാശം പരത്തിയത്, ഈ ഉലകം ദീപ്തമാക്കിയത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണിനെയും പെണ്ണിനെയും ഒക്കെ സംസ്കരിച്ച് അറിവ് അഭ്യസിക്കാനുള്ള അവസരങ്ങളെ സൃഷ്ടിച്ച് അതിനെ കൽപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ഉയർത്തിയ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ ദീൻ സ്ത്രീകൾക്ക് വകവെച്ച, സ്ത്രീകളെ അവരുടെ ഉന്നമനത്തിൻ്റെ വിഷയത്തിൽ ഉപദേശിച്ച വിഷയങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിഷയമാണ്. പക്ഷേ ദീൻ എത്ര എന്ത് എന്നുള്ള വിഷയത്തിൽ പല ആളുകൾക്കും അജ്ഞതയാണ്. പല മുസ്ലിം വേഷധാരികളും ഇസ്ലാമിൻ്റെ പുറന്തോടണിഞ്ഞ് നടക്കുന്ന പലരും എന്താണ് ഇസ്ലാം സ്ത്രീക്ക് വകവെച്ചത്, നൽകിയത് എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ വിവരക്കേടാണ്, അജ്ഞതയാണ് അവരുടെ മേൽവിലാസം എന്നുള്ളത് പറയാതെ വയ്യ. ഇതിനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സദസ്സിനെ ഉപരിലോകത്ത് അല്ലാഹു ഒരു പുണ്യമായി നന്മയായി കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു സദസ്സിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ കൂടിയിരിക്കാൻ അല്ലാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ നാഥൻ നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ, മക്കളിൽ, ഇരുലോകത്തും നമുക്കെല്ലാം കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين.